സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലെറ്റ്സ് പ്ലേ ആയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നല്ലോ ഒരു ലെറ്റ്സ് പ്ലേ ചെയ്യുമെന്ന്. അപ്പോൾ ഒന്ന് അതിൻ്റെ എപ്പിസോഡ് ആയിട്ടാണ്, സിംഗിൾ പ്ലെയർ വേൾഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയ്ക്ക് കിടക്കാം. അതിന് മുന്നേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ സ്പോൺ തന്നെ ഈ മരത്തിൻ്റെ മണ്ടയ്ക്കാണ്. അപ്പോൾ ഈ മരം ഇടിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് കിട്ടിയേക്കണ നല്ലൊരു സ്പോണാണ്, അതൊന്നും സമാധാനം ഉണ്ട്. അപ്പൊ അപ്പുറത്ത് തന്നെ മറ്റേ സ്പ്രൂസിന്റെ മരം ഉണ്ട്. നമുക്ക് ഈ സാധനം കുറച്ച് പെറുക്കി ഇത് നമുക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ നല്ലതാ. ചെറുത് പെറുക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഓക്കെ, ആക്കാൻ മതി. ഇത് കുറെ ഇപ്പോ കണ്ടത്. അവിടെ ഒരു മറ്റേ സ്നോന്റെ ബയോമ്, പിന്നെ അവിടെ മറ്റേ സ്പ്രൂസ്. ഇവിടെ അങ്ങോട്ട് പ്ലെയിൻസ് ആണ്. ഇവിടെ പിന്നെ എന്തൊക്കെയോ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു കേവ് ഉണ്ട്, അപ്പൊ അയും കിട്ടാൻ സുഖമാവും. ആദ്യം ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങാം. ആദ്യം ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പതുക്കെ സ്റ്റോണിക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതിന് മുന്നേ ഇവിടെ കുറച്ച് ആടും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. നമുക്ക് അതിനെ ആദ്യം ഒന്ന് തല്ലിക്കൊല്ലണം. നമുക്ക് സ്റ്റോൺ ടൂൾസ് ആയിട്ട് മതി. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ ഒരു കുഴി ഒഴിക്കാം. സ്റ്റോൺ എവിടെ? സ്റ്റോൺ കുറച്ച് സ്റ്റോണ് കളക്ട് ചെയ്യട്ടെ. ഞാനപ്പോ ഈ സ്റ്റോൺ ഒന്ന് കളക്ട് ചെയ്തിട്ട് കാണാം. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിനുള്ള സ്റ്റോണും കാര്യങ്ങളുണ്ട്. നമുക്കൊരു കേക്ക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്കൊരു സോഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉള്ള ഷീപ്പിനെ അങ്ങോട്ട് കൊല്ലാം. ഓക്കെ, സോഡ് ഒരെണ്ണം. ഓക്കെ, അവിടെ തന്നെ തന്നെ തുടങ്ങാം. ഫുഡിനുള്ളത് തന്നെ അവിടെ നിന്ന് കിട്ടും. രണ്ടെണ്ണം കൂടി ഉണ്ടാവല്ലോ. ഓക്കെ, ഇപ്പോ ഒരെണ്ണം കൂടി. ഇന്നത്തെ വന്നപ്പോ ഒരെണ്ണം ഉണ്ടാവല്ലോ. എവിടെ ഒക്കെ താഴത്ത് അപ്പുറത്തുള്ള ഞങ്ങൾക്കില്ല. ഓക്കെ, രണ്ട് പിഗിനെ കൂടി തല്ലിക്കൊല്ല ഫുഡിന്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ കണ്ട കേവിക്കൊന്ന് ഇറങ്ങാം. അതിന് നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കാം. അപ്പൊ അത്യാവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. ഇതെടുത്തിട്ട് ഇവിടെ വെച്ചേക്കാം. നമുക്കൊരു എക്സും കൂടിയും ക്രാഫ്റ്റ് ചെയ്യാം.
പതുക്കെ അയൺ കിട്ടുമോ നോക്കാം. അയ്യോ, ഇത് എടുത്തിട്ട് ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് പതുക്കെ കേവിക്കൊന്ന് ഇറങ്ങാം. അത് അത്യാവശ്യം വലിയ ഇവിടെ വെള്ളം ഉണ്ട്, നമുക്ക് അതിൽ പിടിച്ച് പോകാം. ഇതൊരു മൈൻ ഷാഫ്റ്റ് ആണ്. സ്കെൽട്ടനും കാര്യങ്ങളും നമുക്ക് പതുക്കെ ഇവിടുത്തെ കോളും കാര്യങ്ങളും മൈൻ ചെയ്തിട്ട് നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കാൻ ആവശ്യം വരും. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി സ്പോണാണ്. ഒരു മൈൻ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ടോർച്ച് ഉണ്ടാക്കി കൈ പിടിക്കാം. ഓക്കെ, പ്ലേസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കൂടി മാന്താം. അപ്പത്തെ സ്കെൽട്ടൺ കേൾക്കണ നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഓക്കെ, അപ്പൊ ഞാന് എന്തേലും കിട്ടി കഴിഞ്ഞിട്ട് ചപ്പ അപ്ഡേറ്റ് ചെയ്യാം. വൈസ് നമുക്ക് ഇവിടുന്ന് പയം കിട്ടിയിട്ടുണ്ട്, ആകെ പോകുന്നുള്ളൂ. ഓക്കെ, ഇതിന്റെ അകത്ത് ചെറിയൊരു മനുഷ്യർഷം വന്നിട്ടുണ്ട്, ബാക്കി ഫുള്ള് കേവാ. അവിടെ കുറച്ചായുണ്ട്, പിന്നെ അവിടെയും കുറച്ചായുണ്ട്. ഓക്കെ, ഓ ഇടയിലൊരു ബ്ലോക്ക് വന്നിട്ട് ഞാൻ ഇനി വേറെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് ഇപ്പൊ അവിടെ നൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം മൈനിന് പോയിട്ട് ഇപ്പൊ 10 അയൺ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അധികം അങ്ങോട്ട് പോയിട്ടില്ല, അതൊക്കെ പിന്നെ പോവാം. നല്ല അടിയടിക്കുന്നമാതിരി അതുകൊണ്ട്. അപ്പൊ ഇത് 2ാമത്തെ നൈറ്റ് ആണ്. ഓക്കെ, അപ്പോ ഞാൻ ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. നമുക്ക് ആവശ്യത്തിലുള്ള അയണും കിട്ടി. ഫുഡിന് നമുക്ക് പോണ വഴിക്ക് ഒപ്പിക്കണം. അവിടെ കുറച്ച് ആടും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്, നമുക്ക് അതിനെ പോയി തട്ടാം. ഓക്കെ, ഓക്കെ, അപ്പൊ അടിച്ചു ലേക്സ് ആണല്ലേ. അപ്പൊ ഞാൻ ഈ കിടന്നിറങ്ങണം നിങ്ങളെ കണ്ട് കാണിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്തേലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ചപ്പ കാണിക്കാം. ഓക്കെ, സോ ഗൈസ് നമ്മള് കാണിച്ചൊന്ന് കേറട്ടെ. ഞാൻ തട്ടത്തൊന്നും നിൽക്കേണ്ടിയില്ല. എവിടെന്നാ വന്ന? ഓക്കെ, ജസ്റ്റ് ഞാൻ നടന്ന് കേറട്ടെ എന്നിട്ട് പറയാം. അവിടെ ഈ സൈഡിൽ നിന്നാണ് വന്നത്. ഓക്കെ, അവിടുന്ന് വന്നപ്പോ നമുക്ക് കുറച്ചും കൂടി വന്നിട്ടില്ല. അപ്പേക്കിനും ഇവിടെ ഒരു റിവ്യൂന് കിട്ടി. ഓക്കെ, ഇതൊരു റിവ്യൂന്, പിന്നെ ഇതൊരു കേവ് തോന്നുന്നു. എന്താ സ്പോണർ തോന്നുന്നുണ്ട്, മറ്റേ കേവ് സ്പൈഡർ സ്പോണറോ എന്താ പറ്റേ. നമുക്ക് പിന്നെ യൂസ് ആവുമായിരിക്കും. ഓക്കെ, റിവ്യൂവിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അതൊക്കെ എത്തി നോക്കാം. എന്താ പേരിന് വല്ലൊരു അയണില്ലല്ലോ. ഇതിന്റെ അകത്തൊന്നും ഒരു അയണില്ല, വെറും കോളും പിന്നെ മറ്റേ കോപ്പറും മാത്രമേ ഉള്ളൂ. യൂസ്ലെസ് ആണ്. ഓക്കെ, അവിടെ ലാവാ പൂൾ ഉണ്ട്. ഇതെന്താ? അവിടെ ലാവാ പൂൾ ഉണ്ട്. ഇതെന്ത് തേങ്ങ? ഇതെന്താ ഷിപ്രക്കടോ? ഷിപ്രക്കട എന്താ ഇവിടെ?
നമുക്കൊരു ഷിപ്പ് ബ്രേക്കറും കിട്ടി. ഇതെന്ത് ഇങ്ങനെ ഇവിടെ സ്പോൺ ആയിക്കെന്ന് എനിക്കറിയില്ല. ഇതിന്റെ അകത്ത് മറ്റേ ചെസ്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇതിന്റെ അകത്ത് ഫുള്ള് മണല്ലേ. ഇത് കണ്ടോ, പതുക്കെ ഞാൻ നോക്കട്ടെ ഇതിന്റെ അകത്ത് വല്ലതും കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ നമ്മളിപ്പോ ഇതൊക്കെ തുറന്നു വന്നപ്പോ ഇതേ ഇരിക്കണം. ചെസ്റ്റ് തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഓ ഇതിന്റെ ആവശ്യത്തിനുള്ള സാധനം കിട്ടി. എമറാൾഡ് ഒക്കെ ഇരിക്കട്ടെ, ഒക്കെ ഇരിക്കട്ടെ. ഇതിന്റെ അകത്തിന് വരണോടി കാണേണ്ടതാണ്. അവിടെ ഫുള്ള് വെട്ടി പൊളിച്ചപ്പോ കിട്ടി. നൈറ്റായി വന്ന് നമുക്കൊന്ന് കടന്നിട്ട് ബാക്കി തരയാ. എന്തായാലും ഇപ്പൊ പൊളിച്ച് ചെസ്റ്റ് മാത്രം ബാക്കി. ഓ ഇതൊരെണ്ണം ബാക്കിന്ന് കിട്ടി. അപ്പൊ ഇനി ഒരെണ്ണം ഫ്രണ്ടിലാണ് ഉണ്ടാവാൻ ചാൻസ്. അപ്പൊ അത് അവിടെ പോയി തരയാ. ഓക്കെ, എന്തത് ഓ ഗൈസ്, ട്രാപ്പ് ഡോർ കിട്ടി. ഏഷ്യന്റെ പണി ചെയ്യാറായി. ഇപ്പൊ ഇവിടെ എവിടോ ഉണ്ട്. എന്നാലും എനിക്ക് ഒരു ശവല് ഉണ്ടാക്കാൻ ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ജംഗിൾ വുഡും കിട്ടി ഇതിന്റെ അകത്ത് തന്നെ. ഓക്കെ, ഒരു സ്റ്റോൺ ആക്സ് അല്ലല്ലോ, ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഒരു ശവലും ക്രാഫ്റ്റ് ചെയ്യാനി. നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം. ഇനി ബാക്കി ഇവിടെ എല്ലാം തുറന്ന് നോക്കട്ടെ, എല്ലാം കിട്ടും. എന്നാലും ഈ ഷിപ്പൊക്കെ ഇവിടെ സ്പോൺ ആയി അങ്ങനെ. ഓക്കെ, ഇതിന്റെ അകത്ത് എവിടെയും എവിടെ ഓക്കെ, നമുക്ക് ഇങ്ങനെ അതും കിട്ടി. ഇതിന്റെ അകത്ത് ട്രഷർ മാപ്പ് ഇല്ല. ഇരിക്കട്ടെ. ഓക്കെ, പൊട്ടാറ്റോ കിട്ടി. എന്താ വീറ്റ്. ഇപ്പൊ തന്നെ ഇൻവെന്ററി ഫുള്ളായി, ഉണ്ടാക്കില്ല. ഓക്കെ, ഇതിന്റെ അകത്ത് ഇത്ര ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണം. എനിക്ക് പതുക്കെ മോളിക്ക് കേറാം. നമുക്ക് ജേണി തുടരാം. ഓക്കെ, ഞാൻ ആ സൈഡിലേക്ക് ഒന്ന് പോയാക്കട്ടെ. ഓക്കെ, ഞാൻ സാധനം കാണിച്ചേ. ഞാന് ആ സൈഡിൽ നിന്ന് ഓടി വന്നപ്പോ ഒരു വില്ലേജ് കിട്ടി. കണ്ട് ഗോളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം അവനെ പോയി പണിയാം. ഞാൻ ഇപ്പൊ അവിടെ വന്നിട്ട് നൈറ്റ് കഴിഞ്ഞ കാരണം ഇവിടെ അവനൊരു പണിയാവും. ഇത് പൊളിച്ചിട്ട് വേറെ എവിടെയും കൊണ്ടുപോയിടാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് റീഫോൺ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പതുക്കെ അതിൻ്റെ അടുത്ത് പോയിട്ട് തട്ടാം. പിന്നെ റിച്ച് ആയതുകൊണ്ട് സാൻഡ് ഒക്കെ വെച്ചിട്ട് പിടിച്ചിട്ട് എടാ എന്ത് സ്വഭാവം. നിക്ക്, വെയിറ്റ് കരു ബൈ. വെയിറ്റ് ആക്ക് നിക്ക് അവിടെ നിക്കേ. ചാടാനും പറ്റുന്നില്ല. നമുക്കിവിടെ ക്രൗച്ച് ചെയ്തിരിക്കാം. ഞാൻ എപ്പോഴാ
ഡബ്ല്യു പിടിച്ച് നിൽക്കാന്ന് പറയാൻ പറ്റില്ല. ചാടുക വെട്ടുക ഓക്കെ. ചാവടാ. ഇപ്പൊ ഞാൻ താവും. അങ്ങനെ ആ ദൗത്യം കഴിഞ്ഞ്. ഓക്കെ, ആവശ്യമില്ല പോ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുന്ന എപ്പിസോഡില് ബ്രീഡർ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ പണിയാനുള്ളതാണ്. ഓക്കെ, നമുക്കപ്പോ എന്നാ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കേരറ്റ് പൊട്ടാറ്റോ അല്ല, അതൊക്കെ എന്റെ ശരിയാവില്ല. ഞാൻ ഇൻവെന്ററി ഒന്ന് ക്ലിയർ ചെയ്ത് ഷവർ എടുത്തിട്ടേക്കാം. പറയാൻ വിട്ടുപോയി, ഞാൻ സ്കിന്ന് മാറ്റി കണ്ടോ, ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. പുതിയ സ്കിൻ എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി ഈ കോളത്തിലാവും വീഡിയോസ് വരും. ഓക്കെ, അപ്പൊ ഞാൻ ഈ വില്ലേജൊക്കെ ഒന്ന് മൂടിപ്പിക്കട്ടെ. ഓക്കെ, ഇതിനകത്ത് ചെസ്റ്റ് ഉണ്ടാവും. ഈ ചെസ്റ്റ് കൊണ്ടിട്ട് അങ്ങോട്ട് താഴ്ത്താം. ഓക്കെ, അപ്പോ തൽക്കാലത്തേക്ക് നമുക്കിത് നമ്മുടെ വീടായിട്ട് പ്രഖ്യാപിക്കാം. ഓക്കെ ഓക്കെ, കിട്ടിയ അയണും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ ഓക്കെ, അതേ ഫർണസ് അവിടെ വെച്ച് പിന്നെ അയണ്. ഓക്കെ, എൻ്റെ ഒരു ചെസ്റ്റും കൂടി ഉണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് വെച്ചിട്ട് ഇത് ലാർജ് കുറെ സ്ഥലം ഉണ്ട്. ഇപ്പൊ എനിക്ക് ആവശ്യമില്ലാത്ത ചവറൊക്കെ അങ്ങോട്ട് കയറ്റി. ഇതൊക്കെ ആ ഷിപ്പറക്കുന്ന് കിട്ടിയ ചവറ. ലാപ്പിസ്ലൊക്കെ എന്തിനാണെന്തോ ഞാൻ എടുത്തിട്ട് വന്നു, ഒരാവശ്യമില്ല. പക്ഷേ നഗറ്റ്സ് അങ്ങനെയല്ല, നഗറ്റ്സ് ഉപകാരമുണ്ട്. ഓക്കെ, നമുക്ക് മാറി. ഓക്കെ, ഇതിവിടെ ഇതോടെ വെക്കുക. നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ വെക്കാം. എവിടെ ഇങ്ങനെ നിരത്തി വെച്ച കിട്ടും. ഞാൻ കൊണ്ട് പോകാനില്ല, കഴിഞ്ഞു. അയ്യോ, ഇതിന്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് വെച്ചാലും തുറക്കാൻ പറ്റില്ല. നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ തലക്കാലത്തേക്ക് ഇതൂടെ പൊടിച്ചിട്ട് ഇതോടെ വെക്കാം. അയ്യോ, ഓക്കെ, നമുക്ക് ഈ ചവറൊക്കെ കയറ്റിവിടാം. ഇതാവശ്യമില്ല, ഞാൻ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യട്ടെ. ഓക്കെ നമ്മള് ഇവിടെ കുറച്ച് വില്ലേജസിനെ കൂട്ടിയിട്ടുണ്ടോ. ഇതിന്റെ അകത്ത് ഒരുത്തുണ്ട്. പിന്നെ ആ തലക്കത്തെ വീട്ടിലിതാ ഈ വീട്ടിൽ ഒരുത്തിനൂടെ ഉണ്ട്. അപ്പോ ഇതിന് ഈ വരുന്ന എപ്പിസോഡിൽ നമുക്കൊരു ബ്രീഡർ സെറ്റ് ആക്കണം. കണ്ടോ, എന്നെ ഇപ്പൊ കാണാൻ ലുക്കായില്ലേ. എല്ലാരും ഞാൻ മുടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ഞാൻ കണ്ടില്ല തോന്നുന്നുണ്ട്. അധികം ഫാമിങ് ഏരിയ ഇല്ല. വേറെ ഗോള സ്പോണായി. ഞാൻ കുറച്ച് അയൺ ഉണ്ടാക്കും. കുറച്ച് ബ്ലോക്ക് എടുക്കുക, എന്നിട്ട് മാറിപ്പോ. നിക്കടാ, വെയിറ്റ് ആക്ക് ബ്രോ. ഒന്നും ചെയ്ത്. ഓക്കെ, അപ്പോ തോണി ഇവനും തട്ട്. ചാവടാൻ സോഡ്. ഇത്രയും തന്നു. ഗോലത്തിനെ തട്ടിയിട്ടും കാര്യമില്ല, നൈറ്റ് ആകുമ്പോ തന്നെ സ്പോണുണ്ട്. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്കിപ്പോ 14 അയണായിട്ടുണ്ട്. നമുക്ക് അയൺ വെച്ചിട്ട് ഒരു എന്റെ
ഓക്കെ കുറച്ച് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ ഒരു അയൺ പിക്കാക്സ് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഒരു അയണിന്റെ സാഡ് അങ്ങോട്ട് ഉണ്ടാക്കി എവിടെ. ഓക്കെ അപ്പൊ നമ്മള് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മള് റിച്ച് ആയിരിക്കാണ്. ഇനി ഇതൊക്കെ കയറിപ്പോ അപ്പൊ അടുത്ത എപ്പിസോഡ് അടുത്തനായിട്ട് വരും. ഓക്കെ എല്ലാരും കാത്തിരിക്കുക. അതൊക്കെ പിന്നെ ആവശ്യം വരുമ്പോ നമുക്കിനി മൈനിങ്ങിന് ഇറങ്ങണം, ഡയമണ്ട്സ് കണ്ടുപിടിക്കണം. എനിക്ക് പിന്നെ നമുക്ക് ഇവിടെ ഒരു ട്രേഡിംഗ് ഹാൾ സെറ്റപ്പ് ചെയ്യണം. പിന്നെ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഞാൻ ആ സൈഡിലായിട്ടൊരു വീട് പണിയാന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ കുറെ കേവും കാര്യങ്ങളും. കത്ത് അങ്ങോട്ട് ചാവ് മാര് പണിയാവും. നമുക്ക് പതുക്കെ ഇറങ്ങിയിട്ട് അവന്മാരെ ഇങ്ങോട്ട് കത്താ. ഒരു ടോർച്ച് 2 ഉണ്ട്. ഓക്കെ പതുക്കെ നമുക്ക് ഈ കേവ് ഒന്ന് ലൈറ്റ് ചെയ്യായി. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലേ? ഇത് ഒട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടേക്ക്. ഇനിയും അധികം മോബ്സ് വന്നിട്ട് വില്ലേജറിനെ ഒക്കെ ഉപദ്രവിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇത്. ഒരു പീസ് അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് പതുക്കെ വരണം. ഇവനെപ്പോ തന്നെ പൊട്ടിച്ചേക്കാം. ഇതൊരു ക്ലോസ്ഡ് സംഭവമാണ്. മൈൻ ഷാഫ്റ്റ്. ഇത് ആ മൈൻ ഷാഫ്റ്റാ കൊള്ളാല്. നമുക്ക് ഇപ്പൊ ഒരു ടോർച്ച് കണ്ടിട്ട് ഇവിടെ കൊണ്ട് നിക്കാം. ഇപ്പൊ ടോർച്ച് ഉണ്ടാക്കണ്ടേ? ഈ വീട്ടിന്ന് ഈ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്താലോ? നമുക്ക് ഈ വീട്ടിലേക്ക് പറ്റുകയെന്ന് വെച്ചാ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഇത് 2 നില വീടാ. അപ്പൊ ഞാന് ഇതൊന്ന് ലൈറ്റ് അപ്പ് ചെയ്തിട്ട് ഞാൻ ബാക്കി പ്ലാന് പറഞ്ഞു തരാം. സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നാണാവോ? വട്ടവർ നമുക്ക് നമ്മുടെ പണി ചെയ്യാം. ഓക്കെ അവക്ക് ഇത് നമ്മുടെ വില്ലേജ്. അപ്പൊ നമുക്ക് നമ്മുടെ അത്യാവശ്യം നല്ല ഇവിടെയാണ് ഞാൻ വീട് പണിയാന്ന് ഉദ്ദേശിക്കണത്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഓക്കെ നമുക്ക് ഈ അത് കടലാണോ അത് കായലാണ്? വാട്ടവർ ആൾക്കാരെ ഈ സൈഡിൽ തന്നെ വീട് ഇവിടെ തന്നെ പണിയാം. ഓക്കെ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ക്ലിയർ ആക്കിയിടാം. അപ്പൊ ഇനി വരുന്ന എപ്പിസോഡിൽ ഞാന് വീട് പണിയും. ഓക്കെ പുതിയ വീട് ഞാൻ എന്തായാലും പണിയുന്നതായിരിക്കും. അപ്പൊ അതിനുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ഗെദർ ചെയ്യണം. ആ ഒരു ഇടങ്ങേറ് മാത്രമേ ഉള്ളൂ. ഓക്കെ അവിടെ ഒരു OP ബിൽഡ് തന്നെ ഞാൻ പണിയും. ഈ ഭാവിയിൽ വരാൻ പോണ ഫാമും കാര്യങ്ങളൊക്കെ അയൺ ഫാം പറയുമ്പോ ഈ വില്ലേജിന്റെ 100 ബ്ലോക്ക് എന്തോ ദൂരെയാണ്. അപ്പൊ ആ തലയെ കൊണ്ടുപോയി അപ്പുറത്തേക്ക് മറ്റേ കടലെന്തോ തോന്നുന്നുണ്ട്. ഓക്കെ അപ്പൊ ഇതൊക്കെ തന്നെ ഇന്നത്തെ പ്ലാന്. ഞാൻ വിചാരിക്കണത് ഇപ്പൊ ഇവിടെ ഒരു വീട് പണിയാന്നാണ് വിചാരിക്കണത്. അതായത് വില്ലേജിൽ നിന്ന് അത്തിരി ദൂരം വിട്ടിട്ട് ഈ വില്ലേജൊക്കെ പൊളിച്ചു പണിയണം. അപ്പൊ തലക്കാലത്തേക്ക് എന്റെ വീട് എന്ന് പറയാൻ എന്താ ആ വീട് കണ്ടു. അത് തന്നെയാണ് എന്റെ വീട്.
അപ്പൊ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ബ്രീഡറും കാര്യം സെറ്റപ്പ് ചെയ്യാൻ. ഇതിന്റെ അകത്ത് ഒരുത്തനുണ്ട്, പിന്നെ ഈ വീടിന്റെ അകത്ത് ഒരുത്തനൂടെ ഉണ്ട്. അവർക്ക് ജോലി ഉള്ളതുകൊണ്ടമാര് ഡീസ്പോണായി പോയില്ല. ഇവൻ ആ ജോലി കളഞ്ഞു ഗൈസ്. ഒരു കാര്യം നമുക്ക് ഇത് അടുത്ത് കൊണ്ടുവയ്ക്കാം. അതവന്റെ അടുത്ത് കൊണ്ടുവയ്ക്കാം. അവൻ ജോലി എടുക്കുമായിരിക്കും. അതൊക്കെ 2 ഫാർമർ എന്താ ഉള്ളു. പണിയെടുക്കടാ ബ്രോ. അവൻ ഡീസ്പോൺ ആവും. എന്തേലൊക്കെ ചെയ്യട്ടെ. ഡീസ്പോൺ ആവില്ല എന്ന് വിചാരിക്ക. ഓക്കെ, അപ്പോ തന്നെയുള്ള ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പൊ തന്നെ അത്യാവശ്യം ലെങ്ത് ആയി. ഒരു മിനിറ്റ്. അപ്പൊ ഗൈസ്, ഇതാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ഇനി നെക്സ്റ്റ് എപ്പിസോഡുകളായിട്ട് ഓരോ ബിൽഡും പുതിയ പുതിയ സംഭവങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും എന്താ ഇവിടെ. ഓക്കെ ബൈ. അടുത്ത എപ്പിസോഡിൽ ഓരോ സംഭവങ്ങൾ വരുമായിരിക്കും. ഓക്കെ ബൈ.